മിനോക്സിഡിൽ യൂസ് ചെയ്തപ്പോൾ സ്കിന്നിനുള്ളിൽ നിന്ന് വെള്ളം വരുന്നു. അപ്പോൾ യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ? റിപ്ലൈ പ്ലീസ് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഹൈ ഫ്രണ്ട്സ്, എപിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിലേക്ക് കണ്ടോടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് താടി രഹസ്യം പാർട്ട് 18 ആണ്. താടിയുടെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി, വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് തിരക്കിലോട്ടായിപ്പോയി. അതുകൊണ്ട് താടിയുടെ വീഡിയോ ഇടാൻ പറ്റില്ല. താടിയുടെ വീഡിയോ ഇട്ടില്ലേ ബ്രോ എന്ന് ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ താടിയുടെ വീഡിയോ ഇന്ന് ചെയ്യുകയാണ്. എന്തായാലും വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങൾ കൂട്ടുകാരിലേക്കും എൻ്റെ ഈ ചാനൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരടുത്തും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ കൂടുതൽ വലിച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും ഓരോരോ കമന്റ് ആയിട്ട് ഞാൻ വായിച്ചിട്ട് അതിനുള്ള ഉത്തരം തരാം. അപ്പം ആദ്യത്തെ കമന്റ് ആരാണ് ഇട്ടിരിക്കുന്നത് നോക്കാം. ടെക് മീഡിയ ടിപ്സ് എന്ന് പറയുന്ന ഒരു ചാനലാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രോ, മിനോക്സൈഡിൽ 5% ഉപയോഗിച്ച് എനിക്ക് യാതൊരുവിധ പ്രശ്നവും തോന്നിയില്ല. ചെറിയ രീതിയിൽ മാത്രം റിസൾട്ട് ഉണ്ട്. ഇനി 10% ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടോ ബ്രോ? പ്ലീസ് റിപ്ലൈ എന്ന് എൻ്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ ആർക്കും ഇതുവരെയും മിനോക്സൈഡിന്റെ 10% സൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അപ്പം ഇത് യൂസ് ചെയ്തുകൂടാ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങളുടെ ഓൺ റിസ്കി മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ. കാരണം സൈഡ് എഫക്ട് എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 10% യൂസ് ചെയ്യേണ്ട എന്ന്. മിനോക്സിഡിൽ 5% കുറച്ച് സ്ലോ ആയിട്ടുള്ള റിസൾട്ട് ആണെങ്കിലും അതിന് പക്കയായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സ്ലോ ആണെങ്കിലും മിനോക്സിഡിൽ 5 കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പം അടുത്ത സംശയം ആരാണ് ചോദിച്ചതെന്ന് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിട്ടുള്ളത് മുഹമ്മദ് ഷെഫീഖ് എന്ന് പറയുന്ന ഒരു ബ്രോ ആണ്. ബ്രോ, ബിയേഡ് ഓയിൽ അപ്ലൈ ചെയ്ത് വെയിൽ ചൂട് കൊണ്ടാൽ പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ. ഈ ബിയേഡ് ഓയിൽ നമ്മൾ നമ്മുടെ താടിയിൽ യൂസ് ചെയ്ത ഉടൻ തന്നെ നമ്മൾ പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മുടെ സ്കിന്നിന് കറുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ബ്രോയുടെ അടുത്ത് പറയാനുള്ള ഉത്തരം ഇത് തന്നെയാണ്. ഒരിക്കലും ബിയേഡ് ഓയിൽ തേച്ചുടനെ പുറത്തോട്ട് പോകലും, തേച്ച് കുറച്ചു നേരം വീട്ടിൽ ഇരുന്നതിന് ശേഷം മാത്രം പുറത്തോട്ട് പോകും. അപ്പൊ നമുക്ക് അടുത്ത സംശയം ആരാണ് ചോദിച്ചതെന്ന് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിട്ടുള്ളത് വിനു CYZ എന്ന് പറയുന്ന ഒരു ബ്രോ ആണ്. ബ്രോ, എനിക്ക് കഴുത്തിനടിയിൽ കുറച്ച് കട്ടിയുള്ള ഹെയർ ഉണ്ട്, ബട്ട് ഫേസിൽ മൊത്തം ബേബി ഹെയർസ് ഉണ്ട്. എനിക്ക് മിൻഡോ 5 യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഷേവ് ചെയ്തിട്ട് മിൻഡോ യൂസ് ചെയ്യണോ ബ്രോ? ഒന്ന് സജസ്റ്റ് ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ താടി വന്ന് തുടങ്ങുമ്പോൾ ആദ്യം താടി പറഞ്ഞത് നമുക്ക് ഈ ഒരു ഭാഗത്തായിരിക്കും. കാരണം അവിടെ പ്രോസസ്സിങ് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് കാണാം കൊച്ചു പയ്യന്മാരൊക്കെ താടി ഇവിടെ വരുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റാക്കി നല്ല ഷേപ്പൊക്കെ ചെയ്ത് വെക്കണം. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് ഈ താടി വന്ന് നമ്മുടെ മുഖത്തിന് ഫുള്ളായിട്ട് സെറ്റ് ആവുന്ന വരെ താടി വന്ന് തുടങ്ങുമ്പോൾ അത് വൃത്തിയേട് തന്നെയായിരിക്കും. അപ്പൊ ബ്രോയുടെ അടുത്ത് പറയാനുള്ളൂ, നമ്മുടെ കവിളിലൊക്കെ നമുക്ക് ബേബി ഹെയർസ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രിം ചെയ്യണം. അതായത് പറ്റിയായിട്ട് ഒരിക്കലും ട്രിം ചെയ്യലും, നോർമലായിട്ട് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം, നല്ലതാണ്. ട്രിം ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവും പറഞ്ഞില്ല. മിനോക്സൈഡിൽ അങ്ങ് നിങ്ങൾ യൂസ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. പക്ഷേ സൈഡ് എഫക്ട്, മിനോക്സൈഡിൽ പുതുതായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങളടുത്ത് ഒരിക്കലും ഞാൻ പറയുന്നത്, സൈഡ് എഫക്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരാഴ്ച തന്നെ അതിന്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കും അങ്ങനെയുള്ള പ്രശ്നത്തിലോട്ടൊക്കെ ലീഡ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എന്തായാലും അടുത്ത സംശയം ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ള വീഡിയോസ് മറ്റു ആൾക്കാർ നിങ്ങൾക്ക് വെറുതെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരികയാണ്. പരിചയപ്പെടുത്തി തന്നതിന് ശേഷം അവർക്ക് ഒരു ഉത്തരവാദിത്വം അവർ കാണിക്കല്ല. അങ്ങനത്തെ ചാനലുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കാണ്ടിരിക്കണം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് അറിവില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ഈ കമന്റ് ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. എന്തായാലും ഞാൻ വായിച്ചു തരാം. ഇത് കമന്റ് ചോദിച്ചിരിക്കുന്നത് ദീപു OZ എന്നുള്ള ഒരു ബ്രോ ആണ്. ഞാൻ യൂസ് ചെയ്തു 1 month ആയി, ചെറുതായിട്ട് റിസൾട്ട് ഉണ്ട്. മീശയിൽ താടിയിൽ ചെറുതായിട്ട് വരുന്നു, റിസൾട്ട് സ്ലോ ആണ് മെന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, മീശയിൽ ഒരിക്കലും നമ്മൾ ഈ മിനോക്സൈഡ് യൂസ് ചെയ്യാൻ പാടില്ല. മീശയിൽ ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ലെങ്സിലും ബ്രെയിനിലൊക്കെ അത് എത്തിയാണ്. ഞാൻ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും നമ്മുടെ മീശയുടെ ഭാഗത്ത് മിനോക്സൈഡിൽ തേക്കാൻ പാടില്ല. അപ്പൊ ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, താടിയിൽ ബ്രോ തേച്ചോ അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. പക്ഷെ ഒരാഴ്ചയിൽ സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ ഒരിക്കലും മീശയിൽ മിനോക്സൈഡ് തേക്കിലും, അഥവാ മീശയിൽ തേക്കണമെങ്കിൽ യുവർ ഓൺ റിസ്കി മാത്രമേ തേക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ എൻ്റെ പറഞ്ഞിട്ടുണ്ട്, ബ്രോ മീശയിൽ തേക്കുമ്പോൾ നെഞ്ചുവേദനയൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും മീശയിൽ തേക്കാണ്ട് ഇരിക്കണം. പിന്നെ ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, റിസൾട്ട് സ്ലോ ആണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. റിസൾട്ട് സ്ലോ തന്നെയായിരിക്കും. ചിലർക്ക് ഫാസ്റ്റിൽ താടി വന്ന ആൾക്കാരും ഉണ്ട്. സ്ലോ ആണെങ്കിൽ പക്ഷേ താടി വരുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ബ്രോയ്ക്ക് പാരമ്പര്യമായിട്ട് പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ താടി ഉറപ്പായിട്ട് വരുമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നാലും ബ്രോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. മീശയിൽ തേക്കുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കും. അത് നമുക്ക് അടുത്ത സംശയം ആരാണ് ചോദിച്ചതെന്ന് നോക്കാം. ഇത് നോർമലായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു സംശയം തന്നെയാണ്. ആരാണ് ചോദിച്ചതെന്ന് നോക്കാം. അതിൽ അച്ചൂസ് എന്ന് പറഞ്ഞ ഒരു ബ്രോ ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്രോ, മിനോക്സൈഡ് യൂസ് ചെയ്തിട്ട് നിർത്തുമ്പോൾ അത് പിന്നെ നാച്ചുറലായി വരുന്ന ബിയേഡിനെ എഫക്ട് ചെയ്യുമോ എന്ന് എൻ്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ടെമ്പററി ആയിട്ടുള്ള ഒരു ഹെയർ ഫോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് കാരണം നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് വരുന്ന ഹെയർസ് ഒന്നും ഒരിക്കലും പോകത്തില്ല. കഷണ്ടിയൊക്കെ ആയി പോകും. അല്ലാണ്ട് ഈ താടിയൊക്കെ നമ്മൾ ഈ മിനോക്സൈഡ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും പോകാൻ പോലുള്ള, നിർത്തിയെന്ന് പറഞ്ഞാൽ പോകാൻ പോലുള്ള
ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് പേടിക്കേണ്ട കാര്യമില്ല. ടെമ്പററി ആയിട്ടുള്ള ഒരു ബിയർഡ് ഫോൾ ഉണ്ടാവും, അതൊന്നും ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം അടുത്ത സംശയം ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് സിഡാൻ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ബ്രോയാണ്. എന്താണെന്ന് ഞാൻ വായിച്ചത്, അതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വായിച്ചു തരാം. മിനോക്സൈഡിൽ താടിയിൽ തേച്ചാൽ തലമുടി കൊഴിയോ, അവസാനം കഷണ്ടി ആവുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ റിപ്ലൈ കൊടുത്ത് തലമുടി കൊഴിയാൻ സാധ്യതയുണ്ട്, ടെമ്പററി ആയിട്ട് കൊഴിയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രോ എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നിട്ടുണ്ട്. എൻ്റെ നെറ്റി കയറിയ പോലെ തോന്നുന്നു മിനോക്സൈഡിൽ ഉപയോഗിച്ചതിന് ശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അടുത്ത് ഇതുവരെ ആരും നെറ്റ് കയറ്റത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഈ മിനോക്സൈഡ് യൂസ് ചെയ്ത് നെറ്റ് കയറ്റം അത് പുതിയൊരു അറിവാണ്. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, ഒരിക്കലും ഈ മിനോക്സൈഡ് യൂസ് ചെയ്യുന്ന നെറ്റ് കയറാൻ ഒരു ചാൻസ് ഇല്ല. ടെമ്പററി ആയിട്ടുള്ള ഒരു ഹെയർ ഫോൾ മാത്രമേ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് ബ്ലഡിന്റെ ഫ്ലോ കുറയുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, നെറ്റ് കെയർ ഒരു ഏജ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നെറ്റ് കയറും. അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഹെൽത്തിന്റെ ഒരു ഇഷ്യൂസ് കൊണ്ടായിരിക്കും, അല്ലാണ്ട് ഒരിക്കലും മിനോക്സൈഡ് അതിന് ഒരു കാരണക്കാരനല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഈ മിനോക്സൈഡ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരിക്കലും നെറ്റ് കയറാൻ ചാൻസ് ഇല്ല. അപ്പം അടുത്ത സംശയം ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിട്ടുള്ളത് വിധു അരുണിമ എന്നുള്ള ഒരു ബ്രോയാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രോ, മോർണിംഗ് ബോണ ബിയർഡ് ഓയിൽ, നൈറ്റ് നോർമൽ ബിയർഡ് ഓയിൽ യൂസ് ചെയ്യാലോ? പറ ബ്രോ പ്ലീസ് റിപ്ലൈ തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും സന്തോഷം, ബ്രോയ്ക്ക് എന്തായാലും അറിയാമെന്ന് തോന്നി ബോണ ബിയർഡ് ഓയിൽ മിനോക്സിഡിലിന്റെ കണ്ടന്റ് ഉണ്ട് എന്ന് ബ്രോയ്ക്ക് അറിയാതെ തോന്നുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് മോർണിംഗ് ബോണ ബിയർഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നൈറ്റോ വൈകിട്ടോ ധൈര്യമായിട്ട് ബിയർഡ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സംശയം ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിട്ടുള്ളത് മിഥിലാജ് എന്ന് പറഞ്ഞ ബ്രോയാണ്. ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ബ്രോ, ബോണ മീശയിൽ തേച്ചാൽ സീൻ ഉണ്ടോ? അപ്പൊ ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, സീന് തന്നെയാണ്. ഈ മിനോക്സിഡിലിന്റെ കണ്ടന്റ് ഹെവി ആയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ താടിയും മീശയും വരുന്നത്. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് അറിയാണ്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റ് മേടിച്ചിട്ട് സാധാരണ ബിയർഡ് ഓയിലൊക്കെ യൂസ് ചെയ്യണ പോലെ നിങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്യാനൊന്നും നിൽക്കലും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, ബോണ നിങ്ങൾ മീശയിൽ യൂസ് ചെയ്യണത് ഒന്ന് നിർത്തണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത കമന്റ് എന്താണെന്ന് നോക്കാം. അടുത്ത കമന്റ് ചോദിച്ചിരിക്കുന്നത് വിഷ്ണു MS എന്ന് പറയുന്ന ബ്രോയാണ്. മിനോക്സൈഡ് യൂസ് ചെയ്തപ്പോൾ സ്കിന്നിനുള്ളിൽ നിന്ന് വെള്ളം വരുന്നു, അപ്പോൾ യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ? റിപ്ലൈ പ്ലീസ് എന്ന് എൻ്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോയുടെ എനിക്ക് പറയാനുള്ളത്, മിനോക്സൈഡിൽ യൂസ് ചെയ്ത് സ്കിന്നിന്റെ അകത്തുനിന്ന് വെള്ളം വരുന്നതിനെ പറ്റി എനിക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ സ്കിന്നിന്റെ അകത്തുനിന്ന് ഒരിക്കലും വെള്ളം വരാൻ ഒരു ചാൻസും ഇല്ല. നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ ചെറിയ പിമ്പിൾസോ കാര്യങ്ങളുണ്ടെങ്കിൽ മിനോക്സൈഡിൽ യൂസ് ചെയ്യുമ്പോൾ അത് പൊട്ടിയിട്ട് ചാൻസ് കുറവാണ്. എന്നാൽ ചിലപ്പോൾ പൊട്ടിയിട്ട് അതിൽ നിന്ന് നമുക്ക് ബ്ലഡോ അല്ലെങ്കിൽ വെള്ളമോ വരാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ വെള്ളമൊന്നും വരാൻ ഒരിക്കലും ചാൻസ് ഇല്ല. എന്നാൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ബ്രോ അതിൽ കയറിയിട്ട് എനിക്കൊന്ന് മെസ്സേജ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വോയിസ് നോട്ട് അയച്ചാൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ബ്രോയ്ക്ക് പറഞ്ഞു തരും, ഉറപ്പായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ എന്തായാലും ബ്രോയുടെ അടുത്ത് പറയാൻ ഇതേ ഉള്ളൂ, ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊന്ന് ഡീറ്റെയിൽസ് അയച്ചു തരണം. അപ്പൊ എന്തായാലും ഒരുപാട് സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള കമന്റ്സിന് മാത്രമാണ് റിപ്ലൈ തരുന്നത്. കാരണം അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് തോന്നും. അതുകൊണ്ട് പുതിയ സംശയങ്ങൾ മാത്രമാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.